ഹലോ ഗൈസ്, അമേയ വിഷ്ണു അവരുടെ ബ്രേക്കപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിന് ശേഷം അമേയ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ അവർ അമേയ ആളുകൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയെക്കുറിച്ചാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സിൽ എത്തുകയാണ്. നമ്മൾ അമ്മയുടെ ഈ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ താഴെ കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഒന്ന് കാണും. ഓക്കെ, ഞാൻ അത് പിൻ ചെയ്ത് വെക്കാം കമൻറ്റിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേയ പറയുന്ന ഒരു സംഗതി, ഈ അമേയ വിഷ്ണു ഇതെന്താ സംഭവം എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഏകദേശം ഒരു 12 വയസ്സിൻ്റെയുള്ളപ്പോൾ അമ്മയെ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു, അമ്മയുടെ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരുത്തനാണ് വിഷ്ണു. വിഷ്ണു ഇന്ന് 25 വയസ്സുണ്ട്, അമ്മയ്ക്ക് ഇന്ന് 19-20 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവർ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രേമിച്ച് ഏറ്റവും അവസാനം കരിപ്പം കാന്താരി വൈബാണ് രണ്ടെണ്ണം തമ്മിൽ. അപ്പോൾ രണ്ടുപേർക്കും പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ധാരണ ഇല്ല. അതിപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ ലൈഫിൽ അങ്ങനെ പല സ്റ്റേജുകളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇവർ ഏറ്റവും അവസാനം 18 വയസ്സായപ്പോൾ ഇവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി. നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഒരുമിച്ച് ജീവിതം തുടങ്ങിയപ്പോഴാണ് സംഗതികൾ, അവൻ ജോലിക്ക് പോകില്ല, വേറെ കുറേ ബുദ്ധിമുട്ടുകൾ, മയക്കുമരുന്ന് പരിപാടികൾ, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം? ഇവൻ്റെ ഫ്രണ്ടുമായിട്ട് ചാടിപ്പോയി. അതായത് അമേയ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചാടിപ്പോയി. അമേയുടെ വയറ്റിലുള്ള കൊച്ചി, അതായത് അമേയ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ കൊച്ചി ആ ചെങ്ങായിയുടെ ഫ്രണ്ടിൻ്റെ ആണെന്നാണ് പറയണത്. ഇങ്ങനെ എന്നിട്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് BGM ഒക്കെ ഇട്ടിട്ട്. അതിനെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒക്കെ അവളുടെ കയ്യിലാണ് വേണ്ടത്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സംഭവമായിട്ട്, അതായത് അവൻ പറയുന്നത് നുണയാണ്, അങ്ങനെയല്ല സംഭവം. അതിൽ ഇവളുടെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവളുടെയാണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആവുമല്ലോ എന്നാണ് അവൾ പറയുന്നത്. പിന്നെ ഇവൾ പറയുന്നത് ഇവൻ ജോലിക്കൊന്നും പോവില്ല, അവന് സാംസങ് S23 അൾട്രാ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവനും കൂടി വാങ്ങിയതാണ്. അതുമായിട്ടൊക്കെയാണ് അവൻ്റെ നടത്തം. എനിക്ക് പോലും, അതായത് അമ്മയ്ക്ക് പോലും സ്വന്തമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു ഫോണില്ല. അതേപോലെ അവളുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസയൊക്കെ മറ്റൊരു വണ്ടി എടുത്തിട്ടുണ്ട്, ഇവളുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകുക. അപ്പോൾ ആ പൈസയൊക്കെ അങ്ങനെ പിടിക്കാൻ അക്കൗണ്ട് പൈസ ഇട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന രീതിയിൽ തീരെ പരിഗണിക്കുന്നില്ലായിരുന്നു, ഒരു സാധനം വാങ്ങിക്കൊടുക്കില്ല. അതേപോലെ ഇവർ കൊട്ടാൻ പോകുന്നുണ്ടായിരുന്നു. അത്ര കൊട്ടാൻ പോകുന്ന സമയത്ത് അവിടെ അത്രയും ചെക്കന്മാരുടെ ഇടയിൽ ഇവളെ വിട്ടിട്ട് പോകുമ്പോൾ ഇവന് ഫുൾ ടൈം കഞ്ചാവ് പരിപാടി, ഇതൊക്കെയാണ് കഞ്ചാവ് കേസുകളും പരിപാടികളൊക്കെ ഉണ്ട് ഇവൻ്റെ മണ്ടയിൽ എന്നൊക്കെയാണ് സംഭവം പറയുന്നത്. അവനോട് ജീവിക്കാൻ പറ്റില്ല, അവൻ പൊതിരെ പിടിച്ച് തല്ലും. അതുപോലെ അതായത് വാടക ഗർഭമല്ലേ, വാടകയ്ക്ക് ഗർഭം ധരിക്കൂലേ, വേറൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കൂലേ, അതിനു വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവൻ. ഇപ്പോൾ എന്ത് ഭർത്താവല്ലേ എന്ന അവസ്ഥ ആലോചിച്ച്. ഈ ചെറിയ പ്രായത്തിൽ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട്, അത് ഈ കൊച്ചിന് അമ്മയ്ക്ക് അച്ഛനില്ല, അമ്മയും അനിയനും മാത്രമേ ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഇവൻ്റെ കൂടെ ഇറങ്ങി പോന്നിട്ടുള്ളത്. എന്നിട്ട് അവൻ നല്ല സേഫായി ഒരു കൈകളിൽ തന്നെയാണല്ലോ എത്തിയിട്ടുള്ളത്. നന്നായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഒരു കലിപ്പൻ കാന്താരി വൈബിലാണ് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവൾക്ക് ഇപ്പോഴാണ് റിയാലിറ്റിയൊക്കെ മനസ്സിലാവുന്നത്. അവൻ ജോലിക്ക് പോകില്ല, അവൻ എന്തോ റീച്ചിന് വേണ്ടി ഒരു ദിവസം ജോലിക്ക് പോയിത്ര, അതായത് വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഒരു ദിവസം ജോലിക്ക് പോയി, പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല. കൊട്ടാൻ പോകുമെന്നാണ് പറയുന്നത്. കൊട്ടാൻ പോകുമ്പോൾ ഇവളെ ചെക്കന്മാരുടെ ഇടയിലൊക്കെ ഇട്ടിട്ട് അവൻ്റെ പണി നോക്കിയിട്ട് പോകും. അതേപോലെ ഒരു വട്ടം കൊട്ടാൻ വന്നിട്ടുള്ള ഒരുത്തൻ മാത്രമാണ് ഇവൻ ഫ്രണ്ട് എന്ന് പറഞ്ഞുള്ള ഒരുത്തൻ. അതായത് ഇവളിപ്പോൾ ആരുടെ കൂടെയാണ് എന്നാണ് പറയണത് അവൻ. അപ്പോൾ പറയണത് അത് ഫ്രണ്ടൊന്നല്ല, ഒരു വട്ടം അങ്ങനെ കൊട്ടാൻ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവൻ്റെ ഫ്രണ്ടൊന്നല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെ വാടകയ്ക്ക് ഗർഭം ധരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നൊരു സാധനം ഉണ്ടല്ലോ, നിർബന്ധിച്ചു എന്നുള്ളൊരു സംഗതി. അയ്യോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ വീഡിയോ ചെയ്തപ്പോൾ ഇപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ആകെ 3 വീഡിയോസ് എന്തോ ഇട്ടുള്ളൂ, 5000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിരുന്നു. ഇന്നലെ 4000 സംതിങ് ആയിരുന്നു, ഇന്ന് 5000 സംതിങ് ആയിരുന്നു. 14K വ്യൂസൊക്കെയാണ് അവൾ ഇന്നലെ ഇട്ട വീഡിയോന്. 14K വ്യൂസ് ഇന്നലെ ഇട്ട വീഡിയോന്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആലോചിക്കുന്നത്, ഇവൾ +1 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവളുടെ ഭാവി പഠിത്തത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്വയം എക്സ്പ്രസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സമൂഹത്തിൽ, നമ്മൾ അറിയില്ല, പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് പലപ്പോഴും പൊതുവെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെണ്ണിന് ആരും സപ്പോർട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം സോഷ്യൽ മീഡിയയിൽ അവൾ സ്വയം എക്സ്പ്രസ് ചെയ്യട്ടെ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ ആരും പെർഫെക്റ്റായ ആളുകളൊന്നുമല്ല, നമുക്ക് ഇങ്ങനെയുള്ള പല സ്റ്റേജുകളിലൂടെയും കടന്നു പോയിട്ടുള്ള അവസ്ഥ ഒന്നുണ്ടായിരിക്കും.
മൊത്തത്തിൽ നമ്മൾ ലൈഫിൽ സ്റ്റക്കാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കും, ഡിപ്രഷൻ്റെ ഒരു ടൈം ഉണ്ടായിരിക്കും, പലപ്പോഴും നമുക്ക് സൂയിസൈഡ് ചെയ്താലെന്ന് തോന്നുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ കൊച്ചിനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ പൊതുസമൂഹം അവർ സപ്പോർട്ട് ചെയ്യണമെന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. +1 വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരുത്തിയാണ്. ആ ചെങ്ങായിയാണെങ്കിൽ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവൻ ഗുണ്ടായിസും പരിപാടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇവരെ എന്താ പറയുക, വലിയ വയലൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇവരുടെ കാര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് ഇപ്പോൾ ആ കൊച്ചിന് താമസിക്കാനുള്ള ഒരു ഇടം, അതേപോലെ തന്നെ വീട്ടുകാരൊക്കെ അങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. അതിൽ ഓള് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും തോന്നുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇപ്പോൾ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇടുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, ആളുകൾക്കൊരു ക്ലാരിറ്റി വരുന്നത് എന്താണ് സംഭവം എന്നൊക്കെ. പിന്നെ ആ ചെങ്ങായിനെ പേടിച്ചിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തം ഒരു അരക്ഷിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവള് പറയണത് ഇവളിപ്പോൾ പ്രഗ്നൻ്റ് എന്നല്ല പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ എന്താണ്, പ്രഗ്നൻ്റ് ആണ്, ഫ്രണ്ടിൻ്റെ കൊച്ചാണ് അവളുടെ വയറ്റിൽ എന്നൊക്കെ. അതുപോലെ എന്താ കുൽസിത ചാറ്റ് പൊക്കി ഫ്രണ്ട് ആയിട്ടുള്ളത്. ഇവള് പറയുന്നത് അങ്ങനെ കുൽസിത ചാറ്റ് പൊക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവള് പറയുന്ന ഒരു സാധനമുണ്ട്, പണ്ട് സുഹൃത്തുക്കളായിട്ട് അങ്ങനെ തമാശയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് ഉള്ളത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് പറയുന്നത്. ഈ തമാശയ്ക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം കേസ്. ഇവരുമായിട്ടുള്ള മുമ്പ് ഇൻ്റർവ്യൂ, അമ്മയും വിഷ്ണുവായിട്ടുള്ള ഒരു വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ തമാശയ്ക്ക് ആളുകൾക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും സംഭവങ്ങളൊക്കെ ചെയ്യും ഒരു ടൈം പാസിന് നിന്നത്. അപ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴത്തെ സീരിയസ് ആയിട്ട് ലൈഫിൽ ബാധിക്കുകയാണ് കേസ്. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. എന്തായാലും അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് കേസ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള സംഭവം. അത്ര പ്രായമില്ല, പിന്നെ പഠിക്കാൻ വിടുക, +1 വരെ മാത്രമല്ലേ പഠിച്ചുള്ളൂ, പഠിക്കാൻ വിടുക, സേഫായ ഒരു അവസ്ഥയിൽ എത്തിക്കുക. അത് പെൺകുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ചെങ്ങായി രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരു ചെങ്ങായി പറയുമ്പോൾ ഒരു നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അതല്ലേ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ. അപ്പോൾ ആ ചെങ്ങായി ഇവളുടെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക. അപ്പോൾ എല്ലാവരും അവളെ അമ്മേനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും ഈ തോന്നിവാസം കാണിച്ചതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ കാണിച്ചിരുന്നത്, അവൻ്റെ നിന്ന് തല്ലുകൊള്ളണ രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് നീ സുഖിച്ചതല്ലേ, അവനും സന്തോഷിച്ചതല്ലേ, തല്ല് കൊണ്ടതിനിപ്പോൾ ഒരു കുഴപ്പമില്ല, കണക്കായി പോയി എന്നൊക്കെ പറഞ്ഞു. എന്ത് കണക്കായി പോയി കേസ്, അങ്ങനെ വയലൻസ് എന്തെങ്കിലുമൊക്കെ കൊച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക, അതേപോലെ തന്നെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുക, ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുക, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക, പറ്റുകയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക. അതേപോലെ തന്നെ പഠിത്തത്തിലൊക്കെ ഫോക്കസ് ചെയ്യുക, പഠിക്കാനൊക്കെ പോവുക. ഇനി ഉള്ള അക്കാഡമിക് ഇയറിൽ പഠിക്കാനൊക്കെ ജോയിൻ ചെയ്യുക, പഠിത്തമായിട്ടൊക്കെ മുന്നോട്ട് പോവുക, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഈ കല്യാണമല്ല ജീവിതത്തിൽ വലുത്. പിന്നെ ചെയ്തു പോയ അബദ്ധങ്ങളോ തെറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം അതിൽ തന്നെ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ അതിൽ കടന്ന് കളിക്കാണ്ടിരിക്കുക. എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ പെട്ട് പോകാണ്ടിരിക്കുക, ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വെക്കുക, പ്രതീക്ഷകൾ വെക്കുക. ലൈഫിൽ എല്ലാ കാലത്തും ലൈഫ് ഇങ്ങനെയൊന്നും ആവില്ല. ഇതൊരു അനുഭവം മാത്രമായിട്ടൊരു നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, കയ്പ്പ് നിറഞ്ഞ, ദുരിതം നിറഞ്ഞ ഒരു സ്റ്റേജാണ്. ആ രീതിയിൽ എടുക്കുക. ഈ അപകടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും മുന്നേറി വരാൻ സാധിക്കും. അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുക, അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കില്ല. അല്ലെങ്കിൽ പൊതുസമൂഹം എന്തായാലും സപ്പോർട്ട് ചെയ്യും. ഒരു പെൺകൊച്ചിൻ്റെ കാര്യമാണ്. നമ്മൾ ചുമ്മാ വെറുതെ ട്രോൾ വീഡിയോസ് ഇട്ടിട്ടും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടും, ഖൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കുറച്ച് മുമ്പേ, ഖൈസ് സാത്താനൊക്കെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഖൈസിൻ്റെ വീഡിയോയിലൊക്കെ അവളൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിലൊന്നും ഇപ്പന്മാർ എന്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്, എന്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ജന്തുക്കളാണ്. ഖൈസിൻ്റെയൊക്കെ അവസ്ഥ പറയുന്നത്, വെറുതെ അവളെ കുറേ കുറ്റം പറഞ്ഞ് അവനെയും കുറേ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്തു. അവളെ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവളെ സേഫായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നോ ഒന്നും ഒരു ധാരണയല്ലേ. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വയലൻസ് നടക്കുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള വയലൻസ് നടക്കുന്നുണ്ട്, റേപ്പ് നടക്കുന്നുണ്ട്, മർഡർ നടക്കുന്നുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള സംഗതികളുണ്ട്. അപ്പോൾ ആ കൊച്ചിനെ സേഫാക്കി വെക്കുക എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ കൊച്ചിനെ നല്ല ആരെയായാലും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സാധനം കൂടിയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആളുകളുടെ ഒരു സപ്പോർട്ടെങ്കിലും ആ കൊച്ചിനുണ്ടാവില്ലേ. അല്ലെങ്കിൽ ആ കൊച്ചിനെ ആളുകളൊക്കെ സ്ലട്ട് ഷെയിം ചെയ്യും അല്ലേ, അവൾ മഹാമോശക്കാരിയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു രീതിയിലായിരിക്കും അവളെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയത്, എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ അല്ലേ. അച്ഛൻ ഇല്ല ആ കൊച്ചിന്, അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്കി, ഒരു പക്ഷേ ഈ കെയറൊന്നും കിട്ടാണ്ടിരിക്കുമ്പോഴേ ഈ ചെങ്ങായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യണ മാതിരിയൊക്കെ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞിട്ട് അതിൽ വീണ് പോയതായിരിക്കും ഗൈസ്. അങ്ങനെ ട്രാപ്പിൽ വീണ് പോയതായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതിലിങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്. അപ്പോൾ അമ്മയെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് അമ്മേനെ വിളിക്കുക,
അതേപോലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുക. തെറാപ്പി എടുക്കാൻ തോന്നുന്നത് തെറാപ്പി എടുക്കുക. അതുപോലെ സപ്പോർട്ട്, മൊത്തത്തിൽ നിയമപരമായ സപ്പോർട്ട് വേണം തോന്നുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുക. സേഫായിട്ട് ഒരു വീട്ടിലൊക്കെ താമസിക്കുക, പറ്റുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുക. അമ്മേനെയൊക്കെ വിളിക്കുക. തെറ്റ് പറ്റി എന്നൊക്കെ പറയണമെങ്കിൽ അമ്മ സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രഗ്നൻ്റ് എന്നല്ല എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ കൊച്ചു പേടിച്ചിട്ടായിരിക്കും. പിന്നെ അത്ര പ്രായമില്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. പ്രായമില്ല, അത്ര പ്രായമില്ല, ജോലിയില്ല, അത്ര എക്സ്പോഷർ ഇല്ല, അത്ര വിദ്യാഭ്യാസമില്ല, അത്ര കണക്ഷൻസ് ഇല്ല. അങ്ങനെയുള്ള ഒരുത്തി ആരുടെ കയ്യിലാണ് കയറി പറ്റിയതെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. എത്ര പേര് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുണ്ടായിരിക്കും. കണ്ണുകൾ വെച്ചിട്ട് കുറേ ആൾക്കാർ പുറത്തുണ്ടായിരിക്കും. കുറേ കഴുകന്മാർ ഇങ്ങനെ പുറത്തിങ്ങനെ ചുറ്റുണ്ടായിരിക്കും, റോന്ത് ചുറ്റുണ്ടാവും. ഇതിൻ്റെ ഇടയിലാണ് ആ കൊച്ചു ജീവിക്കുന്നത്. അപ്പോൾ അവസ്ഥ നിലയ്ക്കും. മറ്റവനാണെങ്കിൽ കഞ്ചാവും സാധനമൊക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് പറയാം. അവനാണെങ്കിൽ ഒരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ മടിക്കൂല ചിലപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് വിലയിരുത്തുക. ഇത് വളരെ റെലവൻ്റായ ഒരു വിഷയമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്.